CJP സമരവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളിൽ മാത്രം അന്വേഷണം തുടരാൻ ഡൽഹി പോലീസ്. സമരവുമായി ബന്ധപ്പെട്ട 13 എഫ്ഐആറുകൾ പിൻവലിച്ചു. പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപ പോസ്റ്റുകളിലും മുദ്രാവാക്യങ്ങളിലും അന്വേഷണം ശക്തമാകും. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളിൽ മാത്രമാണ് തുടർ നടപടി ഉണ്ടാവുക എന്നാണല്ലോ പറയുന്നത്. വിശദാംശങ്ങൾ എന്താണ് വിഷ്ണു? മോത്തി, ഗുഡ് മോർണിംഗ്. CJP ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തി വന്ന സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആ എഫ്ഐആറുകൾ പിൻവലിക്കണമെന്ന് രാജ്യത്തൊട്ടാകെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന സംഘർഷങ്ങളിലും അതോടൊപ്പം തന്നെ സമരങ്ങളിലും നിരന്തരമായ ആവശ്യം ഉയർന്നിരുന്നു. എന്തായാലും ആ ആവശ്യം ഇപ്പോൾ ഡൽഹി സർക്കാരും അംഗീകരിച്ചിരിക്കുകയാണ്. സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറുകൾ പിൻവലിക്കാൻ ഡൽഹി പോലീസിന് ഇപ്പോൾ സർക്കാരും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ആ നടപടികൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അതോടൊപ്പം നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിലുണ്ട്. അവരെ വിട്ടയക്കുന്നതിനുള്ള നടപടികൾ കുറച്ചുകൂടി സമയമെടുക്കുമെന്നത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. അതായത് ഫേഷ്യൽ റെക്കഗ്നീഷൻ സംവിധാനം വഴി 2800-ലേറെ ആളുകൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ജന്തർ മന്ദറിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു, അവർ ജന്തർ മന്ദറിൽ എത്തിയിരുന്നു എന്നതുകൊണ്ട് അവരെ ജയിലിൽ വെക്കാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാനോ കഴിയുന്ന സാഹചര്യമല്ല. പക്ഷെ അവർക്കെതിരെ മറ്റെന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. 1000-ഓളം പേരുടെ വിവരങ്ങൾ ഇപ്പോൾ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും പോലീസിന്റെ ഔദ്യോഗിക ഡാറ്റാബേസിൽ നിന്നും തേടിയിരിക്കുകയാണ്. ഏതെങ്കിലും കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തേടിയിരിക്കുകയാണ്. അതിൽ കൂടി ഒരു വ്യക്തത വന്നാൽ ഇവരെ പുറത്തുവിടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ജയിൽ മോചിതരാക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. നേരത്തെ CJP ഇതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക സമരം നടത്തുമെന്നെല്ലാം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മറ്റു സംസ്ഥാനങ്ങൾ, അസമും ബീഹാറും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ആദ്യം തന്നെ തങ്ങൾ കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ, പ്രതിഷേധക്കാരെ വിട്ടയക്കാമെന്ന് സംസ്ഥാന പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ബംഗാളായിരുന്നു ഒരല്പം കടുംപിടുത്തം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡൽഹിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. പക്ഷേ എന്തായാലും CJPയെ സംബന്ധിച്ചിടത്തോളം ഈ മുഴുവൻ ആളുകളെയും വിട്ടയച്ചില്ല എങ്കിൽ വലിയ സമരം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പൊക്കെ അവർ നൽകുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങൾ സംബന്ധിച്ച കേസുകളിൽ ഒട്ടും വിട്ടുവീഴ്ച വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ നിലപാട്, പോലീസിന്റെ നിലപാട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫരീദാബാദ് സ്വദേശിനിയായ ഒരു 25-കാരിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം അത് ഓപ്പൺ FIR ആയാണ് പരാതി നൽകിയിട്ടുള്ളത്. 0 FIR എന്ന് പറയും. അതായത് ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു FIR ആണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത FIR പിന്നീട് നോയിഡയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും തുടർന്ന് യുവതിയെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്റ്റേഷനായിട്ടുള്ള ഫരീദാബാദ് സ്റ്റേഷൻ പരിധിയിലേക്കും ആ കേസ് മാറ്റിയിട്ടുണ്ട്. അവരെ പോലീസ് ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമോ എന്നതടക്കം നോക്കിക്കാണേണ്ട വിഷയമാണ്. എന്തായാലും പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങളിൽ പോലീസ് എന്തായാലും വിട്ടുവീഴ്ച ചെയ്യില്ല. അതുപോലെ ഗുരുതര സ്വഭാവമുള്ള ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്കെതിരെയും വിട്ടുവീഴ്ച ഉണ്ടാകില്ല. മറ്റുള്ള സമരക്കാരെ എല്ലാം വിട്ടയക്കാൻ ഡൽഹി പോലീസും സന്നദ്ധരാണ് എന്നാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പുറത്തുവരുന്ന പുതിയ വാർത്ത.